അഞ്ജന എങ്ങനെ വാനര സ്ത്രീയായി, എങ്ങനെയാണ് ഹനുമാന്റെ ജന്മം, രാമന്റെ പരമഭക്തനായ ഹനുമാൻ, അതിൽ ശിവഭഗവാന്റെയും വായുദേവന്റെയും അംശമടങ്ങിയിട്ടുണ്ട്. നിനക്ക് ശിവഭഗവാന്റെയും വായുദേവന്റെയും അംശമടങ്ങിയ ഒരു കുട്ടി കേസരിയിൽ പിറക്കും. ആഞ്ജനേയ ജയന്തി ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞു. ചൈത്ര പൂർണിമയാണ് കേരളത്തിൽ ആഞ്ജനേയ ജയന്തിയായി കൊണ്ടാടപ്പെടുന്നത്. രാമന്റെ പരമഭക്തനായ ഹനുമാൻ ജനിച്ച ദിവസമായിട്ടാണ്. ജയ് ഹനുമാൻ എന്ന് പറയുന്ന ഒരു സീരിയലിലൂടെ മലയാളികൾക്കെല്ലാം ഹനുമാൻ്റെ ഒട്ടനവധി കഥകൾ ദൂരദർശൻ എത്തിച്ചു നൽകിയിട്ടുണ്ട്. പിന്നെ ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ഹനുമാൻ്റെ കഥകളൊക്കെ രാമനുമായി കണക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ രാമനുമായി കണക്ട് ആകുന്നതിന് മുമ്പ് ഹനുമാൻ എങ്ങനെ ജന്മം കൊണ്ടു എന്നതാണ് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ ഉദ്ദേശിക്കുന്ന കഥ എന്ന് പറയുന്നത്. ആ പുത്രന് പല ജന്മലക്ഷ്യങ്ങളുണ്ട്. അതിലൂടെ നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും വാനരശ്രേഷ്ഠൻ ഇവൾക്ക് വരം നൽകി. അങ്ങനെയാണ് പുഞ്ചികസ്ഥല വാനര സ്ത്രീയായ എന്നൊരു കഥ നിലവിൽ. മറ്റൊരു കഥ എന്ന് പറയുന്നത് പുഞ്ചികസ്ഥല എന്ന് പറയുന്ന അപ്സര സ്ത്രീ ദേവഗുരുവായ നമ്മുടെ ഈ ഹിന്ദു മിത്തോളജി പ്രകാരം ഒരുപാട് ദേവതകളുണ്ട്. ഓരോ ദേവതകൾക്കും ഓരോ ദിവസങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം ശ്രീരാമനെ സംബന്ധിച്ചാണെങ്കിൽ ശ്രീരാമ നവമിയുണ്ട്, ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് ശ്രീകൃഷ്ണ ജയന്തി, അങ്ങനെ ഓരോ ദേവതകൾക്കും ഓരോ ദിവസങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ശൈവ പാരമ്പര്യത്തിൽ ശിവന്റെ അവതാരമായിട്ടാണ് ഹനുമാനെ കാണുന്നത്. അതേപോലെ തന്നെ വൈഷ്ണവ ഇതില് വായുപുത്രന്റെ മകനായിട്ടാണ് ഹനുമാനെ കാണുന്നത്. അപ്പം ഹനുമാൻ ജയന്തി എന്താണ് ഹനുമാന്റെ ഒരു കഥ എന്ന് പറയുന്നത്? ഇന്ന് ഈ വർഷത്തെ ആഞ്ജനേയ ജയന്തി ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നത്. ചൈത്ര പൂർണിമയാണ് കേരളത്തിൽ ആഞ്ജനേയ ജയന്തിയായി കൊണ്ടാടപ്പെടുന്നത്. ഭഗവാൻ ആഞ്ജനേയൻ്റെ, അതായത് രാമായണ കഥയിൽ രാമനോളം പ്രാധാന്യമുള്ള രാമന്റെ പരമഭക്തനായ ഹനുമാൻ ജനിച്ച ദിവസമായിട്ടാണ് കേരളത്തിൽ ഈ ദിവസത്തെ കൊണ്ടാടുന്നത്. ഹനുമാൻ ക്ഷേത്രങ്ങളിലും ശ്രീരാമക്ഷേത്രങ്ങളിലുമൊക്കെ പ്രത്യേക പൂജകൾ നടക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ മലയാളികളായ ഹൈന്ദവ ജനതയ്ക്ക് എത്രമാത്രം ആഞ്ജനേയ ജയന്തി ആണ് എന്നറിയാമോ എന്ന് ഉറപ്പില്ല. ഇന്നത്തെ ദിവസം ശ്രീരാമക്ഷേത്രങ്ങളിലും കേരളത്തിലുള്ള ചുരുക്കം ശ്രീരാമക്ഷേത്രങ്ങളിലും ഹനുമാൻ ക്ഷേത്രങ്ങളിലുമൊക്കെ പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട് എന്നും ഹൈന്ദവ വിശ്വാസപ്രകാരം ആഞ്ജനേയ ജയന്തി ദിവസത്തിൽ ഹനുമാൻ ചാലിസ അടക്കം ചൊല്ലുന്നത് ഏറെ പ്രയോജനകരമാണെന്നും ശ്രീരാമക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ഹനുമാൻ ക്ഷേത്രങ്ങളിൽ വിശേഷ പൂജകളും നടത്തുന്നത് സർവകാര്യസിദ്ധിക്ക് തടസ്സങ്ങൾ മാറ്റാനും മനഃശാന്തിക്കുമൊക്കെ നല്ലതാണ് എന്നാണ് ഹിന്ദു വിശ്വാസം അനുസരിച്ച് വിശ്വസിച്ചു പോരുന്നത്. ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ഹനുമാന് പ്രിയങ്കരമായ വെറ്റിലമാല, വടമാല ഒക്കെ നൽകി ഹനുമാന്റെ പ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ആചാര്യന്മാർ ഈ ഒരു ദിവസം പറഞ്ഞു പോരുന്നത്. അപ്പോൾ അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് ആഞ്ജനേയ ജയന്തിയെ സംബന്ധിച്ചിടത്തോളം ആഞ്ജനേയന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു കഥ അതാണ്. കാരണം ഹനുമാൻ എന്ന് പറയുന്നത് എല്ലാ ദേവതകളൊന്നും വ്യത്യസ്തമായി നിൽക്കുന്നതാണ്. ഉറപ്പായും അപ്പം ഹനുമാന്റെ പരമഭക്തനായ ഒരു ഭഗവാൻ, അതാണ് ഹനുമാന്റെ കാലിന്റെ അടിയിൽ തന്നെ ഒരു രൂപൊരുപ്പുണ്ട്. അങ്ങനെ പല കഥകൾ, അതായത് ഹനുമാനെ പറ്റി പല കഥകൾ ഒരുപാടുണ്ട്. ഹനുമാൻ ജനനം തൊട്ട് സൂര്യനെ വിഴുങ്ങാൻ പോകുന്ന തൊട്ട് ഒരുപാട് കഥകൾ ഹനുമാനെ പറ്റി. ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ജയ് ഹനുമാൻ എന്ന് പറയുന്ന ഒരു സീരിയലിലൂടെ മലയാളികൾക്കെല്ലാം ഹനുമാന്റെ ഒട്ടനവധി കഥകൾ ദൂരദർശൻ എത്തിച്ചു നൽകിയിട്ടുണ്ട്. പിന്നെ ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ഹനുമാന്റെ കഥകളൊക്കെ രാമനുമായി കണക്ട് ചെയ്തിട്ടാണ്. പക്ഷേ ഈ രാമനുമായി കണക്ട് ആകുന്നതിന് മുമ്പ് ഹനുമാൻ എങ്ങനെ ജന്മം കൊണ്ടു എന്നതാണ് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ ഉദ്ദേശിക്കുന്ന കഥ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഹനുമാനെ ആഞ്ജനേയൻ എന്നാണ് വിളിക്കുന്നത്. ആഞ്ജനേയൻ എന്ന പേര് ഹനുമാന് വന്നത് അഞ്ജനയുടെ മകനായി പിറന്നതുകൊണ്ടാണ്. അഞ്ജന ഒരു വാനര സ്ത്രീയാണ്. അഞ്ജന എങ്ങനെ വാനര സ്ത്രീയായി, എങ്ങനെയാണ് ഹനുമാന്റെ ജന്മം, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്വാഭാവികമായും രാഹുൽ പറഞ്ഞതുപോലെ ശിവന്റെ അംശമാണ് ഹനുമാൻ എന്ന് പറയാറുണ്ട്. അതുപോലെ വായുപുത്രനാണ് ഹനുമാൻ എന്നും പറയാറുണ്ട്. ശിവന്റെയും വായുപുത്രൻ്റെയും അംശങ്ങൾ കൂടിച്ചേർന്നതാണ് ഹനുമാൻ എന്നാണ് പുരാണങ്ങളിലെ ഒരു വേർഷൻ. ഹൈന്ദവ കഥകളുമായി ബന്ധപ്പെട്ട് വിവിധ വേർഷനുകൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ ഒന്ന് രണ്ട് ആചാര്യന്മാരോട് ക്ലാരിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ കഥ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ്. അഞ്ജന എന്ന വാനര സ്ത്രീയായി എന്നുള്ളതാണ്. അവിടെയാണ് കഥ ആരംഭിക്കേണ്ടത്. അഞ്ജനയുടെ ശാപം ലഭിക്കുന്നതിന് മുമ്പ് അഞ്ജനയുടെ പേര് പുഞ്ചികസ്ഥല എന്നായിരുന്നു. പുഞ്ചികസ്ഥല ഒരു അപ്സര സ്ത്രീയായിരുന്നു. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. രണ്ട് കഥകൾ
അഞ്ജനെ പുഞ്ചികസ്ഥലയ്ക്ക് ശാപം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട 2 കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഒന്ന് എന്ന് പറയുന്നത്, പുഞ്ചികസ്ഥല എന്ന അപ്സരസ്ത്രീ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭൂമിയിൽ ഒരു മരത്തിന് ചുവട്ടിൽ ഒരു വാനരശ്രേഷ്ഠൻ ധ്യാനത്തിലിരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ യോഗയും മെഡിറ്റേഷനും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് പുഞ്ചികസ്ഥലയ്ക്ക് അത് കണ്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് പുഞ്ചികസ്ഥല ഭൂമിയിലേക്ക് വരികയും ഒരു വാനരനായ ഒരാൾ, അപ്പം സ്വാഭാവികമായും ഇവരുടെ അപ്സരസ്ത്രീയാണ്, അതീവ സുന്ദരിയാണ്, മോഹിപ്പിക്കുന്ന ശരീരമുള്ള, മോഹിപ്പിക്കുന്ന മുഖസൗന്ദര്യമുള്ള പുഞ്ചികസ്ഥല എന്ന് പറയുന്ന അപ്സരസ്ത്രീ ഈ ഒരു വാനരൻ ധ്യാനത്തിലിരിക്കുന്നത് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ധ്യാനം മുടക്കുന്നതിന് വേണ്ടി പഴവർഗ്ഗങ്ങളും കല്ലുമൊക്കെ എടുത്ത് ഈ വാനരനായ ധ്യാനത്തിലിരിക്കുന്ന ആ വാനരശ്രേഷ്ഠന് നേരെ വലിച്ചെറിഞ്ഞു. അപ്പോൾ അതിലൊരു മാമ്പഴം ഈ വാനരശ്രേഷ്ഠൻ്റെ ശരീരത്തിൽ ചെന്ന് കൊള്ളുകയും ഇദ്ദേഹം ധ്യാനത്തിൽ നിന്ന് ഉണരുകയും ചെയ്തു. ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് കയ്യിലൊരു കല്ലും പിടിച്ചുകൊണ്ട് തനിക്ക് നേരെ എറിയാൻ നിൽക്കുന്ന പുഞ്ചികസ്ഥലയെ ഈ വാനരശ്രേഷ്ഠൻ കാണുന്നു. എന്തിനാണ് നീ എൻ്റെ ധ്യാനം മുടക്കിയത് എന്ന് ചോദിച്ചപ്പോൾ കളിയാക്കിക്കൊണ്ട് ചിരിച്ചു. അതിൽ കോപം പൂണ്ട ഈ വാനരശ്രേഷ്ഠൻ പുഞ്ചികസ്ഥലയെ ശപിച്ചുവെന്നും നീ ഒരു വാനര സ്ത്രീയായി മാറുമെന്നും ഇത് കേട്ട് ഭയന്ന് വിറച്ച പുഞ്ചികസ്ഥല അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചുവെന്നും എനിക്ക് ശാപമോക്ഷം വേണമെന്ന് പ്രാർത്ഥിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ശിവൻ്റെ അംശത്തിൽ വായുദേവൻ്റെ അംശത്തിൽ നിനക്കൊരു പുത്രൻ പിറക്കുമെന്നും ആ പുത്രന് പല ജന്മലക്ഷ്യങ്ങളുണ്ടെന്നും അതിലൂടെ നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും വാനരശ്രേഷ്ഠൻ ഇവൾക്ക് വരം നൽകി. അങ്ങനെയാണ് പുഞ്ചികസ്ഥല വാനര സ്ത്രീ ആയത് എന്നൊരു കഥ നിലവിലുണ്ട്. മറ്റൊരു കഥ എന്ന് പറയുന്നത്, പുഞ്ചികസ്ഥല എന്ന് പറയുന്ന അപ്സര സ്ത്രീ ദേവഗുരുവായ ബൃഹസ്പതിയുടെ മകളായിരുന്നുവെന്നും ബൃഹസ്പതി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന, അല്ലെങ്കിൽ മകളായി അഡോപ്റ്റ് ചെയ്ത ഒരു കുട്ടി. അത് അറിയാലോ, ഈ അപ്സരസുകളും ഒക്കെ ഉണ്ടാവുക ദേവലോകത്താണ്. അപ്പോൾ സ്വാഭാവികമായും എല്ലാ ദിവസവും രാവിലെ ബൃഹസ്പതിക്ക് പൂജയ്ക്ക് ആവശ്യമായ പൂക്കൾ പറിക്കാൻ പോവുക എന്നത് പുഞ്ചികസ്ഥലയുടെ ഡ്യൂട്ടിയായിരുന്നു. ഒരു ദിവസം ഈ പൂജാദ്രവ്യങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ പുറത്തേക്ക് പോകും. പക്ഷേ അന്ന ദിവസം നടന്ന് കുറേ ദൂരത്തേക്ക് പുഞ്ചികസ്ഥല യാത്ര തിരിച്ചു. അങ്ങനെ പോകുമ്പോൾ ഒരു കൂട്ടം ഗന്ധർവന്മാരെ പുഞ്ചികസ്ഥല അവിടെ കണ്ടു. അപ്പോൾ സ്വാഭാവികമായും ഗന്ധർവന്മാരെന്ന് പറഞ്ഞാൽ വളരെ സൗന്ദര്യമുള്ളവരാണ്, വളരെ ഭംഗിയുള്ളവരാണ്, പ്രത്യേക ഒരു അട്രാക്ഷൻ ഉള്ളവരാണ്. പുഞ്ചികസ്ഥല ഇവരെ നോക്കി നിന്നുപോയി. സാധാരണഗതിയിൽ മകളായ പുഞ്ചികസ്ഥല പൂവറിച്ചിട്ട് അല്ലെങ്കിൽ ഈ പൂജാദ്രവ്യങ്ങൾ കളക്ട് ചെയ്ത് തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാത്ത ബൃഹസ്പതി പുഞ്ചികസ്ഥലയെ അന്വേഷിച്ചിറങ്ങി. അങ്ങനെ പോകുമ്പോൾ കാട്ടിൽ ഗന്ധർവന്മാരെ നോക്കി നിൽക്കുന്ന പുഞ്ചികസ്ഥലയെ ബൃഹസ്പതി കാണുകയാണ്. അങ്ങനെ പുഞ്ചികസ്ഥലയെ അവിടെ നിന്ന് വിളിച്ച് ബൃഹസ്പതി തിരിച്ച് ആശ്രമത്തിലേക്ക് പോകുന്നു. എന്നിട്ട് പുഞ്ചികസ്ഥലയോട് ചോദിച്ചു, നീ എന്താണ് അവിടെ നിന്നത്? ഇത്രയും സമയം നീ എന്തിനാണ് വെറുതെ കിടക്കുന്നത്? സ്വാഭാവികമായും അദ്ദേഹത്തിന് കോപം വരുന്നു. പുഞ്ചികസ്ഥല തിരിച്ചു ചോദിക്കുകയാണ് അച്ഛനോട്, ഞാൻ ഗന്ധർവന്മാരെ നോക്കി നിന്നാൽ എന്താണ് പ്രശ്നം? ജീവിതത്തിൽ ആദ്യമായി മകളെപ്പോലെ കരുതുന്ന, മകളായി ജീവിക്കുന്ന, എല്ലാ കാര്യങ്ങളും കേട്ട് ജീവിക്കുന്ന പുഞ്ചികസ്ഥല തിരിച്ചു പറഞ്ഞത് കേട്ട് ഈ ബൃഹസ്പതിക്ക് ദേഷ്യം വരികയും ബൃഹസ്പതി നീ ഒരു വാനര സ്ത്രീയായി ഭൂമിയിൽ പോയി പിറക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പുഞ്ചികസ്ഥല വാനര സ്ത്രീയായി ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അന്ന് കാടുകളാണ്, വനമാണ്. പുഞ്ചികസ്ഥല കാട്ടിലേക്കെത്തി. പുഞ്ചികസ്ഥല ഒരു തടാകത്തിൽ പോയി തൻ്റെ മുഖം നോക്കുമ്പോൾ മുഖം ആകെ മാറിയിരിക്കുന്നു. സൗന്ദര്യവതിയായ പുഞ്ചികസ്ഥലയ്ക്ക് വാനര മുഖം കൈവന്നിരിക്കുന്നു. ശരീരമാകമാനം രോമങ്ങൾ വളർന്നിരിക്കുന്നു, വാലുണ്ടായിരിക്കുന്നു, കൈനഖങ്ങൾ വാനര സ്ത്രീയെ പോലെ ആയിരിക്കുന്നു. പുഞ്ചികസ്ഥലയ്ക്ക് അതീവ സങ്കടമുണ്ടായി. ഈ 2 കഥകളിലും ഇവർ പറയുന്നുണ്ട്, ശിവഭഗവാനെ ഭജിക്കൂ നിനക്ക് ശാപമോക്ഷത്തിന് വേണ്ടി. ഈ 2 കഥകളിലും അത് പറയുന്നുണ്ട്. അപ്പോൾ പുഞ്ചികസ്ഥല ഒരു ശിവലിംഗം ഉണ്ടാക്കി ആരാധന ആരംഭിച്ചു. തൊട്ടടുത്ത് എന്തോ ഒരു ശബ്ദം കേട്ടുകൊണ്ട് ഈ വാനര സ്ത്രീയായ പുഞ്ചികസ്ഥല അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറേ ഋഷിവര്യന്മാരുടെ ഒരു ആശ്രമം. അപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യരൂപത്തിൽ നിന്ന് അല്ലെങ്കിൽ അപ്സരസിൽ നിന്ന് വാനര സ്ത്രീയായി മാറിയിരിക്കുമ്പോൾ എല്ലാവരും കളിയാക്കുമോ എന്ന ഭയമൊക്കെ ഉണ്ടാവില്ലേ? ഈ മുനിവര്യന്മാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കൂട്ടം ഋഷിവര്യന്മാർ അവിടെയുണ്ട്. അവർ ഇവളെ കളിയാക്കിയൊന്നുമില്ല. ഇവൾക്ക് കഴിക്കാൻ ആവശ്യമായ പഴവർഗ്ഗങ്ങളും വെള്ളവും ഒക്കെ കൊടുത്തു. അതിൽ ഇവൾ ഭയങ്കര സംതൃപ്തി അടഞ്ഞു. കാരണം തങ്ങൾക്കൊരിടം നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ മുനിവര്യന്മാർ പുഞ്ചികസ്ഥലയോട് ചോദിച്ചു, നീ ആരാണ്? നീ വളരെ ധൈര്യശാലിയായിട്ടാണ് തോന്നുന്നു, നീ ആരാണ് എന്ന് ചോദിക്കാം. അപ്പോൾ പുഞ്ചികസ്ഥലയ്ക്ക് തൻ്റെ ചരിത്രം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ കാര്യമില്ല, താനിപ്പോൾ ഒരു വാനര സ്ത്രീയാണ്. അപ്പോൾ പുഞ്ചികസ്ഥല പറഞ്ഞു, എൻ്റെ പേര് അഞ്ജന എന്നാണ്.
അങ്ങനെയാണ് സ്വയമേ പുഞ്ചിക സ്ഥല അഞ്ജന എന്ന നാമം സ്വീകരിക്കുന്നത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഞാനൊരു വാനര സ്ത്രീയാണ്. എന്താണ് അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, സ്വാഭാവികമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഈ കാട് ഭരിക്കുന്ന ഒരു ഭീകരനുണ്ട്, രാക്ഷസനുണ്ട്. ഈ രാക്ഷസനെ ഭയന്നിരിക്കുകയാണ് അവിടുത്തെ പക്ഷിമൃഗാദികളും മനുഷ്യരും മുനിവര്യന്മാരും ഒക്കെ. ഈ രാക്ഷസന്റെ പേര് സാംബസദൻ എന്നാണ്. ഈ സാംബസദൻ കടന്നു വരുന്ന ഭാഗങ്ങളിലുള്ള സകല സർവ്വചരാചരങ്ങളെയും നശിപ്പിക്കുകയാണ്. ആ സാംബസദനെ വകവരുത്തുന്നതിനുള്ള പ്രാർത്ഥനയിലും പൂജയിലും ഒക്കെയാണ് ഈ മുനിവര്യന്മാർ. അപ്പോൾ അഞ്ജന മനസ്സിൽ വിചാരിക്കുകയാണ്, തനിക്ക് അഭയം തന്ന ഈ മുനിവര്യന്മാർ, താനിൽ ജീവിക്കാൻ പോകുന്ന ഈ കാട്, ഇവിടുത്തെ ചരാചരങ്ങളെയും രക്ഷിക്കുക എന്നത് എൻ്റെ കൂടി ചുമതലയാണ്. അതുകൊണ്ട് അഞ്ജന എന്ത് ചെയ്യുന്നു, അവിടെ ഈ ശിവലിംഗം ഒരുക്കി പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ സാംബസദനെ വധിക്കുന്നതിന് വേണ്ടിയുള്ള ആയുധങ്ങൾ മുളയൊക്കെ വെച്ച് അമ്പും വില്ലും ഒക്കെ ഉണ്ടാക്കുകയാണ്. സാംബസദനെതിരെ യുദ്ധം ചെയ്യാൻ അഞ്ജന സ്വീകരിക്കും. അഞ്ജന മനസ്സാൽ ഉറപ്പിക്കുകയാണ്. ഈ സമയത്താണ് രാജാവിൻ്റെ വേഷവിധാനത്തോടെ നല്ല ആരോഗ്യദൃഢനാഥനായ ഒരാളെ അഞ്ജന അവിടെ കാണും. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊക്കെ മുറിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പോരാളിയാണ്, അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ. അഞ്ജന അയാളെ സമീപിക്കുന്നു. അദ്ദേഹം തിരിയുമ്പോൾ അദ്ദേഹത്തിനും ഒരു വാനരൻ്റെ മുഖമാണ്. അഞ്ജന വളരെ ക്യൂരിയോസിറ്റിയോട് ചോദിക്കുകയാണ്, ആരാണ് എന്ന്. അപ്പോൾ അദ്ദേഹം ആ നാട്ടിലെ വാനരപ്പടയുടെ രാജാവായ കേസരിയാണ്. ഞാൻ ഈ കാട്ടിലെ വാനരരുടെ രാജാവാണ്, കേസരിയാണ്. സാംബസദൻ എൻ്റെ പ്രജകൾക്ക് ഏറെ നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കും. സാംബസദനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് കേസരിയുമുള്ളത്. അപ്പോൾ ഈ കേസരിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അഞ്ജനയെ സംബന്ധിച്ചിടത്തോളം, സാംബസദനെ വധിക്കണമെങ്കിൽ സാംബസദൻ്റെ സ്വന്തം രക്തം കൊണ്ട് മാത്രമേ സാംബസദൻ എന്ന രാക്ഷസനെ വധിക്കാൻ പറ്റുള്ളൂ. ഈ അറിവ് ഇവർക്ക് മുനിവര്യന്മാർ പറഞ്ഞോളൂ. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആശ്രമമൊക്കെ തകർത്തുകൊണ്ട് സാംബസദൻ രംഗപ്രവേശനം ചെയ്യും. കേസരിയുടെ പടയാളികളായ വാനരസേനയും ചേർന്ന് സാംബസദനെ നേരിടും. വലിയ യുദ്ധമാണ്. അപ്പോൾ ഒരു വാനരസേന എന്ന് പറയുമ്പോൾ ഒരു രാക്ഷസന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പരിമിതികളുണ്ട്. എങ്കിൽ പോലും അവരാൽ കഴിയുന്ന ശക്തിയിൽ സാംബസദനെ നേരിടുമ്പോൾ സാംബസദന്റെ ശരീരം മുറിഞ്ഞ് രക്തം ഭൂമിയിലേക്ക് ഒഴുകുക. ഈ അവസരം മുതലാക്കി അഞ്ജന തയ്യാറാക്കി വെച്ചിരുന്ന അമ്പും വില്ലും കൊണ്ടുപോയി അതിൽ രക്തം പുരട്ടി സാംബസദന് നേരെ അമ്പെയ്യുന്നു. ഇത് മനസ്സിലാക്കിയ കേസരി തൻ്റെ പടയാളികളോട് ഇതേ തരത്തിൽ പെരുമാറാൻ പറയുകയും എല്ലാ വാനരപ്പടയും ചേർന്ന് സാംബസദന്റെ രക്തത്തിൽ മുക്കിയ അമ്പും വില്ലും ഉപയോഗിച്ച് സാംബസദനെ വധിക്കുന്നു. സാംബസദൻ മരണപ്പെടുന്നു. മുനിവര്യന്മാർക്കും അവിടുത്തെ സർവ്വചരാചരങ്ങൾക്കും സന്തോഷമാകുന്നു. അതിലൊരു മുനിവര്യൻ അഞ്ജനയെ കണ്ട് ചോദിക്കുകയാണ്, അല്ലയോ ധീരയായ അഞ്ജന, ധീരനായ കേസരിയെ താങ്കൾക്ക് വിവാഹം കഴിച്ചൂടെ? ഞങ്ങളുടെ ഈ വനത്തിൻ്റെ വാനരന്മാരുടെ രാജാവാണ് കേസരി. അപ്പോൾ അഞ്ജനയെ സംബന്ധിച്ചിടത്തോളം വാനര സ്ത്രീയാണ്. ആരോഗ്യദൃഢനായ രാജാവായ കേസരിയെ വിവാഹം കഴിക്കാൻ എന്താണ് പ്രശ്നം? അവർ നമ്മൾ അടുത്ത് കഴിഞ്ഞു. അഞ്ജന പറയുന്നു, അദ്ദേഹത്തിന് തയ്യാറാണെങ്കിൽ ഞാനത്. അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹത്തിനോട് ചോദിച്ച ശേഷമാണ് ഞാൻ അഞ്ജനയോട് ചോദിക്കുന്നത്. അങ്ങനെ അഞ്ജനയുടെയും കേസരിയുടെയും വിവാഹം ആ ആശ്രമത്തിൽ വെച്ച് നടക്കുകയാണ്. വിവാഹത്തിന് ശേഷം ഇവർ ഒരുമിച്ചിരിക്കുന്ന ഒരു സ്വകാര്യ നിമിഷത്തിൽ ഇവരുടെ കൈക്കുമ്പിളിലേക്ക് ഒരു ഓട്ടുരുളി, കുറച്ച് പായസം, പ്രസാദം എന്തോട്ടെ ഇത് വരികയാണ്. ഇതെന്താണ് എന്ന് ആശ്ചര്യച്ച് നിൽക്കുമ്പോൾ ഒരു അശരീരി ഉണ്ടാകുന്നു. അഞ്ജന, നീ ആ മധുര പലഹാരം ഭക്ഷിക്കുക. അതിൽ ശിവഭഗവാന്റെയും വായുദേവന്റെയും അംശമടങ്ങിയിട്ടുണ്ട്. നിനക്ക് ശിവഭഗവാന്റെയും വായുദേവന്റെയും അംശമടങ്ങിയ ഒരു കുട്ടി കേസരിയിൽ പിറക്കും. അവൻ്റേതായ നിയോഗങ്ങളുണ്ട്. ആ പായസം ഭക്ഷിക്കുന്നു. പിന്നീട് കേസരിക്ക് അഞ്ജനയിലുണ്ടാകുന്ന വായുദേവന്റെയും ശിവഭഗവാന്റെയും അംശമടങ്ങിയ പുത്രനാണ് ഹനുമാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വായുപുത്രനെന്നും കേസരീസുതനെന്നും ആഞ്ജനേയനെന്നുമൊക്കെ വിളിക്കുന്നത്. പിന്നീടുണ്ടായ ഹനുമാന്റെ കുസൃതി കഥകൾ, സൂര്യനെ വിഴുങ്ങാൻ പോയ ഹനുമാന്റെ കഥകളൊക്കെ മലയാളിക്ക് സുപരിചിതമാണ്. രാമായണത്തിൽ രാമനോളം പ്രാധാന്യമുള്ള ഭഗവാനാണ്, കഥാപാത്രമാണ് ഹനുമാൻ എന്ന് പറയുന്നത്. ഹനുമാനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കഥകൾ രാമനെ കണക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ വ്യാസനും ആയുള്ള എപ്പിസോഡിൽ വ്യാസൻ പറഞ്ഞിട്ടുണ്ട്. രാമൻ അവസാനം ഭൂമിയിൽ നിന്ന്
മടങ്ങിപ്പോകാൻ, ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന് ഏറ്റവും തടസ്സം ഹനുമാനാണ്. അതിന് ഹനുമാനെ പറ്റിച്ചിട്ട് അദ്ദേഹം പോകുന്നതും ജലസമാധിയിലേക്ക് നടന്നു നീങ്ങുന്ന കഥകളൊക്കെ മുൻ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഞ്ജനേയ ജയന്തിയാണ്. ഇന്ത്യയിലെ നേപ്പാളിലുമൊക്കെ ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന ഒരാഘോഷമാണ് ആഞ്ജനേയ ജയന്തി എന്ന് പറയുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനത്തിൻ്റെ രീതികളനുസരിച്ച് മലയാള മാസമാണ് ഞാനീ പറഞ്ഞ ചൈത്ര പൂർണിമ. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ കലണ്ടറുകൾ മാറുന്നതിനനുസരിച്ച് ദിവസത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മിത്തോളജി അനുസരിച്ച് നമുക്ക് ഓരോ ദൈവങ്ങളും, അതെ, ഓരോ ദേവതകൾക്കും ഓരോ കഥകളുണ്ട്, അല്ലെങ്കിൽ ഐതിഹ്യങ്ങളുണ്ട്. ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് ഇന്ന് സന്ധ്യാനേരത്ത് ദൈവം കൊളുത്തുമ്പോൾ ആഞ്ജനേയ ഭഗവാനെ ഭജിക്കുക, ശ്രീരാമ ഭഗവാനെ ഭജിക്കുക, വിശ്വാസികളായിട്ടുള്ളവർ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ കഥ ഇന്ന്